ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെന്ത് അച്ചാറെന്ന് അറിയണ്ടേ? അപ്പോൾ ഈത്തപ്പഴയും വെളുത്തുള്ളിയും പിന്നെ ചെറുപുളി മീൻസ് നാരങ്ങ കേട്ടോ. നമുക്ക് ആ സ്റ്റുട്ടളതിന് ചെറുപുളി എന്ന് പറയല്. ഇത് 3 മിക്സ് ആയിട്ടുള്ള അച്ചാറാണ്. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ലെമൺ അച്ചാറൊന്ന് വീഡിയോ ഇട്ട് തരുമോയെന്ന്. അപ്പോൾ നമ്മൾ മുന്നേക്ക് ഉണ്ടാക്കാറുള്ള അച്ചാർ കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറും കൂടിയാണിത്. അപ്പോൾ ഇത് ഞാനിട്ടിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി അച്ചാറാണ്. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓർഡേഴ്സ് എന്ന് വെച്ചെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഈ അച്ചാർ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാറിട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ചാറിട്ടിട്ട് കൊടുത്തിട്ട് ഒരു 2 ഡേയ്സിനുള്ളിൽ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയച്ചാ. എന്താ വെച്ചെങ്കിൽ എനിക്ക് ഇതുപോലത്തെ അച്ചാർ ഇനിയും ഇട്ട് തരുമോ വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ പറയാൻ കാരണം തന്നെ ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അവർക്ക് മനസ്സിലാവും ആരാണിത് പറഞ്ഞതെന്ന്. അത്രയ്ക്ക് അവർ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് 2 കിലോൻ്റെ വീണ്ടും ഒരു ഓർഡർ തന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഒരു 2 കിലോന് വേറെ പേക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഒരു 1/2 കിലോ വെളുത്തുള്ളി എടുത്തായിരുന്നു. 1/2 കിലോ അല്ല, സോറി കേട്ടോ, 3/4 കിലോ. 1/2 കിലോ ഞാൻ വാങ്ങിയായിരുന്നു, 1/4 കിലോ എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് പിന്നെ 1 കിലോ നാരങ്ങ, ലെമൺ, ചെറുപുളി എന്നാണ് നമ്മൾ ഇതിന് പറയൽ. ഇത് എടുത്തിട്ട് നല്ല പാല തൊല്ലി കളഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ വെളുത്തുള്ളി ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നാരങ്ങ, ചെറുനാരങ്ങ ഇല്ലേ, ഈ നാരങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ലെമണിനെ കട്ടാക്കിയിട്ട് എടുക്കലാണ്. അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ. അപ്പോൾ ഞാൻ ഇതെന്താ വെച്ചെങ്കിൽ ഇടാൻ കാരണം വെച്ചെങ്കിൽ ഓർഡർ തന്നവരെന്നോട് പറഞ്ഞ് ഇത് നീ ഒന്ന് വീഡിയോ ആയിട്ട് ഇടണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്, ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടാണ്. എന്തായാലും വീഡിയോ ചെയ്യണം, എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതിന് വീഡിയോ ഇടാൻ വിചാരിച്ചാണ്. കാരണം ഞാൻ അവർ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അച്ചാറിട്ട് കൊടുത്തതിന് ശേഷം അവർ പറയാൻ എനിക്ക് ഇതിൻ്റെ അച്ചാർ ഇനിയൊരു 2 കിലോ കൂടി വേണമെന്ന്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള അച്ചാറില്ല കേട്ടോ. പക്ഷേ ഞാനിത് രണ്ടാമത് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കിയത്. അങ്ങനെ എൻ്റെ ലെമണെല്ലാം ഇതാ ഈ പരുവത്തിൽ ഇത് കട്ടാക്കിയിട്ട് എടുത്തിന് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൈറ്റാണ് കേട്ടോ കട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഈത്തപ്പഴം 3/4 കിലോ ഈത്തപ്പഴം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈത്തപ്പഴത്തിന് നമുക്ക് അതിൻ്റെ കുരുവില്ലേ, കൊട്ടയെന്ന് പറയും, കുരുവിനെ നമുക്ക് പീസാക്കിയിട്ട് എടുക്കട്ടെ. അതിലൊന്ന് കുരുവിനെ കളഞ്ഞിട്ട് എടുക്കണം. അങ്ങനെ ഇതുപോലെ ഇല്ലേ ഈത്തപ്പഴത്തിനെല്ലാം അതിൻ്റെ ഉള്ളത്തെ കുരുവിനെല്ലാം ഞാൻ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈത്തപ്പഴം ഇതുപോലെ കുരു കളഞ്ഞെടുത്തതിന് ശേഷം ഈത്തപ്പഴം കയറ്റ് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കണം, വെള്ളം ആറാൻ വേണ്ടിയിട്ട് വെക്കണം. വേമ ഓരോന്നോരോ നെയ്യായിട്ട് കുരു കളഞ്ഞെടുക്കുന്നതാണ്. 3/4 കിലോ ഈത്തപ്പഴമാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് കേട്ടോ, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കണ്ട, എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുവേ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനില്ലേ ഇത് വെക്കുന്ന സ്റ്റീം ചെയ്യുന്നിട്ട് അപ്പച്ചട്ടിയിൽ അതിലിട്ടിട്ട് ഇങ്ങനെ സഗയിൽ വേവിച്ചിട്ട് എടുക്കലാന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കലെന്ന് പറയും. അപ്പോൾ ഈ വെളുത്തുള്ളിനും കയറ്റ് ഞാൻ ഇങ്ങനെ ഊറ്റാൻ വേണ്ടിയിട്ട് അരപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലെമണില്ലേ ഇതുപോലെ ഇട്ടിട്ട് അപ്പച്ചട്ടിയിൽ വെച്ച് രണ്ടാമത് വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് വെച്ചേട്ടാ. എന്നിട്ട് ഞാൻ അടുപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുള്ളത്. അടുപ്പിൽ നല്ല പാങ്ങല ഒരു 10 മിനിറ്റ് അത്ര തന്നെ ചെറിയ തീയിലിട്ടിട്ട് 10 മിനിറ്റ് ഇങ്ങനെ നല്ല സഗയിൽ വന്നെയാണ്. സത്യം പറഞ്ഞെങ്കിലേ ഇത് സഗ വരുമ്പോൾ എനിക്കിടെ മണത്തിരി നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ടാവേ. അത്രയ്ക്കും നല്ല മണമായിരുന്നു. ലെമണിൻ്റെയും വെളുത്തുള്ളിൻ്റെ മണത്തിൽ തന്നെ ഇട നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ട് അത്രയ്ക്കും ടേസ്റ്റായിന്. അപ്പോൾ ഞാനിതാ അതിൻ്റെ എടുക്കുന്നുണ്ട് ഈത്തപ്പഴമെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ നല്ല പാല കയറ്റില്ലേ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കട്ടെ. ഒരു കണ്ണരിപ്പയിലിട്ടിട്ട് അരപ്പയില്ലേ വെള്ളം പോകുന്ന അതിലിട്ടിട്ടില്ലേ സ്റ്റെയിനിറുന്ന എന്തിപ്പോൾ അതിനെ പറയൽ, അതിലിട്ടിട്ട് നല്ല പാല അരിച്ചിട്ട് എടുക്കണം. ഇത് ഒരു തുള്ളി വെള്ളം പോലെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അച്ചാറിന് സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഈത്തപ്പഴം ഞാൻ പ്രത്യേകിച്ച് അച്ചാറിന് സ്മെല്ല് മാറും. അപ്പോൾ അതുകൊണ്ട് നല്ല പാങ്ങല വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളിതാ വെളുത്തുള്ളിയും ലെമണും നല്ല പാങ്ങല സ്റ്റീം ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും ചോദിക്കേണ്ട കേസ്, അത്രയ്ക്ക് ടേസ്റ്റും കൂടിയ ഒരു അച്ചാറുണ്ടത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടാ. ഇതില്ല, ഇത് ഇപ്പോൾ ഉണ്ടാക്കിയ അച്ചാറ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ ഞാൻ ഉണ്ടാക്കി തരട്ടെ. കാരണം ഇത് 2 കിലോ ഒന്നിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ വേറെ അച്ചാറില്ല, ആവശ്യമുള്ളവർ പറഞ്ഞെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരട്ടെ. അടിപൊളി അച്ചാറും കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാം ഞാനെല്ലാം വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈത്തപ്പഴം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് 1 സ്പൂണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പില്ലേ, അതാണ് ഞാൻ പൊടിയുപ്പല്ല അച്ചാറിലേക്ക് കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിനാഗിരി സിർക്ക എന്ന് പറയും, അതും കൂടി നമുക്ക് കുറച്ച്, കാരണം ലെമണിൽ പുളിയുള്ളത് കൊണ്ട് കുറേ ഇട്ടിട്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ.
അങ്ങനെ നല്ല പാങ്ങൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല പാങ്ങൽ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വെച്ചെങ്കിലും നല്ലതാണ്. കസ്റ്റമർ വന്നിട്ട് തിരക്കാക്കുന്നുള്ളത് കൊണ്ട് ഞാൻ വെച്ചിട്ടാണ് ഗൈസ്. ആ അരമണിക്കൂർ വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അവരോട് പറഞ്ഞ്, കാരണം വെച്ചിട്ടില്ല, ഒന്ന് ഉപ്പും മുളകെല്ലാം പൊടിക്കണമെങ്കിൽ എന്തായാലും ഒരു ദിവസം ഒരു 24 hours വെച്ചെങ്കിൽ മാത്രമല്ല ഇതെല്ലാം മല പൊടിച്ച് കിട്ടുക. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ട് നല്ല പാങ്ങൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ലെമണിൻ്റെ പിക്കിൾ എനിക്കൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരുമോ എങ്ങനെയാണ് ഇടലെന്ന്. ഇത് ലെമണും ഈത്തപ്പഴവും പിന്നെ വെളുത്തുള്ളി ഇതും കൂടി ഇട്ടിട്ടാണ്. വെളുത്തുള്ളി മീൻസ് ഗാർലിക്കവേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതും കൂടി മിക്സ് ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഇത് അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ ഇതുപോലത്തെ കുറേ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 90% ആൾക്കാരും ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു എന്ന്. പിന്നെ കുറച്ച് പേര് എന്തായാലും ബാഡ് കമൻറ്റ് ഇടാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അത് അവർക്കുള്ളതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യലുണ്ടെന്നൊക്കെ എന്ത് പറയുന്നത്, ഞാൻ ഇതിൽ പേക്കാക്കുന്നതിനായിട്ട് അറിയില്ലേ, ഇത് തിന്നിട്ട് എന്നെ തീർത്തെന്ന് പറയാം. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. കയ്യിൽ ഉള്ളതെല്ലാം ഞാൻ നക്കിയത് തന്നെ, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഉലുവയാണ് ഞാൻ കയറ്റ് പിന്നെ ഉണങ്ങിയിട്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല പാങ്ങല വറുത്തിട്ട് പൊടിച്ചിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ മച്ചാറാക്കി വെച്ചിട്ട് ആ മിക്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. ഇത് നല്ല പാങ്ങല മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഫ്ലേവർ എന്ന് പറയണം, ഒന്നും പറയണ്ട. ഇത് ഞാനിത് ലാസ്റ്റ് പാക്കിങ്ങെല്ലാം കഴിഞ്ഞ ശേഷമല്ലേ ഈ ചട്ടിയിൽ തന്നെ കുറച്ച് നക്കിയിട്ട് തിന്നുന്നത്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായി. എന്നിട്ട് നമുക്ക് രണ്ടാമത് എന്തിന് പറയുന്ന ഉലുവാവും വെളുത്തുള്ളിയും കടുക് ഇട്ടിട്ട് നല്ല പാല പൊട്ടിച്ചിട്ടെടുക്കണം. അപ്പോൾ കടുവും വെളുത്തുള്ളിയെല്ലാം ഇതൊരു ഫ്ലേവർ വേറെ തന്നെ കേട്ടോ. വെളുത്തുള്ളി ഓൾറെഡി ഇട്ട അച്ചാറാണ്, അന്നെങ്കിലും ഇത് ഇങ്ങനെ കലം പോരുമ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യണ്ട, ഇത് നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവും ഈ അച്ചാർ ഉണ്ടാക്കാൻ. സത്യം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ. നമുക്ക് നോമ്പല്ലേ വരുന്നത്, അപ്പോൾ അച്ചാറില്ലാതെ ആർക്കും ഫുഡ് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ അത്താഴത്തിൻ്റെ സമയത്തിലല്ലേ അച്ചാറില്ലാണ്ട് ആർക്കും കയ്യല. പക്ഷേ ഞാൻ ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചെങ്കിലേ തീരുന്ന വയ്യ അറിയില്ല. അപ്പം ടേസ്റ്റ് അധികം നിങ്ങൾ ലാസ്റ്റ് നോമ്പാവാനോ ബാക്കിയാൽ മതി ഉണ്ടാക്കുന്ന ആൾ. അല്ലാത്തവരെല്ലാം ആവശ്യമുണ്ടാവുള്ള ഓർഡർ ചെയ്തവ പെട്ടെന്ന് സാധനം റെഡിയാക്കി 2 daysനുള്ളിൽ റെഡിയാക്കിയിട്ട് തരാട്ടാ. ഒന്ന് പറഞ്ഞെങ്കിൽ മാത്രം മതി. വാട്സപ്പിലല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊരു മെസ്സേജ് ഇട്ടാൽ മതി, സാധനം റെഡിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പേക്കാക്കുന്നവ ബോട്ടിലെല്ലാം കഴിഞ്ഞിന്. മിനിയാന്ന് അവർക്ക് കൊടുത്തതെല്ലാം ബോട്ടിൽസിലാണ്. എല്ലാം മണി പേക്കാക്കിയിട്ട് അവർക്ക് 2 കുപ്പി ദുഫായിക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 കുപ്പി അവർക്ക് വേറെ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചുകൊണ്ട് ബോട്ടിലെല്ലാം കഴിഞ്ഞ്. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ബോട്ടിലൊന്നും കിട്ടില്ല. അവർ പറഞ്ഞാൽ എനിക്ക് കവറിൽ തന്നെ മതി, ബോട്ടിൽ വേണമെന്നില്ലാന്ന്. കവറിലെങ്ങും മതി, ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കവറിൽ തന്നെ പാക്ക് ചെയ്യുന്നവേ. അപ്പോൾ ഇനി ആർക്കും കാശുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടാ. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്കല്ലേ ഇങ്ങനെ പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. ഒന്ന് പൊട്ടാവുന്നതിനുള്ളിൽ കെമിക്കൽസ് അങ്ങനത്തെ ഒന്നും യൂസ് ആക്കലില്ല. കുറേ പേര് ചോദിച്ചായിരുന്നു ഈ അച്ചാർ പൊട്ടാവാതിരിക്കാൻ വേണ്ടി എന്തിടുന്നത്. ഞാൻ ഒന്നും ഇടല്ല കേട്ടോ. ഓൺലി സിന്ധിക്കറ്റ് വിനാഗിരി അത് മാത്രമേ ഞാൻ യൂസ് ആക്കലുള്ളൂ. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ചാർ എനിക്ക് ബാക്കിയുള്ളത് ആകെ ഇത്ര മാത്രം. എനിക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ എനിക്കെപ്പം കൂട്ടാൻ കുറച്ചത്ര തന്നെ 2-3 സ്പൂണിനകത്തെ എനിക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കസ്റ്റമേഴ്സിനെ നമുക്ക് മടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ബാക്കിയാവ കിട്ടില്ല. ഇപ്പോൾ ഇത്ര കിട്ടി കേസ്, അതന്നെ ഭാഗ്യം എന്ന് പറയാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനലിൽ കുറേ തരം അച്ചാറിൻ്റെ വീഡിയോ, കുറേ തരം എന്നല്ല കുറേ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ അച്ചാർ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനലിൽ കയറിയിട്ട് അച്ചാറിൻ്റെ വീഡിയോസൊക്കെ കാണട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും സെയിൽ ചെയ്യുക. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബൈ.